ഇന്ത്യ മുഴുവൻ നോക്കിക്കണ്ട വധശിക്ഷ അല്ലെങ്കിൽ ആശ്വാസം. ആർക്കാശ്വാസം? അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും കൊലപാതകമാണ്, കുറ്റമാണ്. ഇത് മുഴുവൻ നരേന്ദ്രമോദിയുടെയും പിന്നെ സംഘപരിവാറിൻ്റെയും എന്തോ വലിയ സേവനമാണ്. അവസാനം ചെന്നുവിട്ട ആളുടെ പേര് ഗ്രീഷ്മ എന്നാണ്. ചെറുപ്പക്കാരിയായ കുട്ടി, വിദ്യാസമ്പന്നയായ കുട്ടി, ചില സാഹചര്യങ്ങൾ കൊണ്ട് കാമുകനെ കൊല്ലേണ്ടി വന്നു. കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ ശവശരീരത്തെ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു. ഇവിടെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയിട്ട് പാകിസ്ഥാൻ ഭീകരരെ പിടിച്ച് ജയിലിലിട്ടേക്കല്ല, വധശിക്ഷ വിധിച്ചേക്കൊന്നുമല്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം ഷിരൂരിലെ മണ്ണിടിഞ്ഞ് അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലോറിയുമായി മണ്ണിനടിയിലേക്ക് പോയ ദിവസമാണ്. കേരളത്തിൽ തന്നെയാകുമ്പോഴായിരിക്കും ഇതൊരു സാധാരണ സംഭവമായും പുറത്തേക്ക് വരുമ്പോൾ അത് അസാധാരണമായി ഇത്രയും ഹൈപ്പ്. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതെന്താ അന്യ രാജ്യത്ത് പോയി ചെയ്തപ്പോൾ മനസ്സാക്ഷി ഞെട്ടി വരത്തില്ലേ? നാളെ കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ്. ഉമ്മൻചാണ്ടി അർബുദ രോഗബാധിതനായി സംസാരിക്കാൻ പോലും ഇരിക്കാത്ത സാഹചര്യത്തിൽ ഇതിനു വേണ്ടി പലരെയും വിളിക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ നോക്കിക്കണ്ടൊരു വധശിക്ഷയായിരുന്നു നിമിഷപ്രിയയുടേത്. പക്ഷെ അത് താൽക്കാലികമായി നീട്ടിവെച്ചപ്പോൾ ഇന്ത്യയിൽ എല്ലാവർക്കും വളരെയധികം ആശ്വാസമായിരുന്നെങ്കിലും ഇപ്പോൾ ആ ആശ്വാസത്തെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം ഇവർക്ക് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞ മറ്റൊരു ശിക്ഷയും നൽകാൻ തയ്യാറല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിമിഷപ്രിയയ്ക്ക് ശിക്ഷ ഇളവ് ലഭിക്കും അല്ലെങ്കിൽ രക്ഷപ്പെടും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? സ്വാഭാവികമായിട്ടും ഹർഷ പറഞ്ഞ 2-3 വാചകങ്ങളോട് എനിക്ക് എതിർപ്പുണ്ട്. ഇന്ത്യ മുഴുവൻ നോക്കിക്കണ്ട വധശിക്ഷ അല്ലെങ്കിൽ ആശ്വാസം. ആർക്കാശ്വാസം? അവര് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തൊരു തെറ്റല്ലല്ലോ. അല്ല, അതിൻ്റെ വശങ്ങളിലേക്ക് പോകാം. ഇതിപ്പോൾ ആ രാജ്യത്തിൻ്റെ പരമോന്നതമായ കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചതാണ്. ഇനി അറിഞ്ഞുകൊണ്ടായാലും അറിയാതെ ആയാലും കൊലപാതകമാണ്, കുറ്റമാണ്, അല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇനി മലയാളിയായ ഒരു സഹോദരി ഒരു അന്യരാജ്യത്ത് പോയി ഒരു ക്രൈമിൽ ഏർപ്പെടുന്നു, ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ക്രൈമിൽ ഏർപ്പെടുന്നു. ആ ക്രൈമിൽ ഏർപ്പെട്ടതിന് ശേഷം അതിൻ്റെ സാഹചര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനുശേഷം അവിടുത്തെ ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുമ്പോൾ രക്ഷിക്കാൻ ഇറങ്ങുന്ന മലയാളികളെയൊക്കെ നമുക്ക് മനസ്സിലാക്കും. ഉമ്മൻചാണ്ടി മരിക്കുന്നതിന് മുമ്പ് അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം നിമിഷപ്രിയയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഫോൺ കോളുകൾ നമ്മൾ കണ്ടതാണ്. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാണ്ടി ഉമ്മനും അമ്മ മറിയാമ്മ ഉമ്മനും കൂടി ഗവർണറെ സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ്. കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജനം TV വന്ന് നിന്നിട്ട് ഇത് മുഴുവൻ നരേന്ദ്രമോദിയുടെയും പിന്നെ സംഘപരിവാറിൻ്റെയും എന്തോ വലിയ സേവനമാണ് എന്ന് പറയുന്നത്, അനിൽ നമ്പ്യാർ പറയുന്നതും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ എൻ്റെ ചോദ്യം, കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന എത്ര പേരുണ്ട്? 35ഓളം പേരുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അവസാനം ചെന്നുവിട്ട ആളുടെ പേര് ഗ്രീഷ്മ എന്നാണ്. ചെറുപ്പക്കാരിയായ കുട്ടി, വിദ്യാസമ്പന്നയായ കുട്ടി, ചില സാഹചര്യങ്ങൾ കൊണ്ട് കാമുകനെ കൊല്ലേണ്ടി വന്നു. എന്തേ അങ്ങനെ വ്യാഖ്യാനിച്ചൂടെ അതിനെ? അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണല്ലോ. ഇതറിയാതെയാണോ കൊന്നത്? അതൊരിക്കലും കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ലല്ലോ. പിന്നെ എന്തിനാണ് ശരി, കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തില്ല. തെളിവ് നശിപ്പിക്കുന്നത് മറ്റൊരു തെറ്റാണ്. ഞാൻ ഇന്ത്യയിലെ നിയമങ്ങളെ പറ്റി പറയാം. തെളിവ് നശിപ്പിക്കുന്നത് മറ്റൊരു തെറ്റാണ്. ഈ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ ശവശരീരത്തെ ഇഞ്ചിഞ്ചായി കൊത്തി നുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുക. നിമിഷപ്രിയയുടെ ആ ഒരു സമയത്തെ മാനസികാവസ്ഥയാണെങ്കിലോ അങ്ങനെ ഗ്രീഷ്മയുടെ ആ സമയത്ത് ഒരു മാനസികാവസ്ഥയാണ് ആ കുട്ടിക്ക്. ഞാൻ പറയുന്നതിനോട് എനിക്ക് ഭയങ്കരമായ എന്നോട് തന്നെ കുറ്റബോധമുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ആ സമയത്തെ മാനസികാവസ്ഥയാണ് ആ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ. ഗോവിന്ദചാമിയുടെ ആ സമയത്തെ മാനസികാവസ്ഥയാണ് ട്രെയിനിൽ നിന്ന് ആ പെൺകുട്ടിയെ വലിച്ചിഴച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നതെന്ന് പറയാം. കെവിൻ്റെ ഭാര്യയുടെ ബന്ധുക്കളുടെ ആ സമയത്തെ മാനസികാവസ്ഥയാണ് കെവിനെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞത്. സമ്മതിക്കൂ? ഇല്ല, കാരണം ഈ പറയുന്ന വ്യക്തികളൊക്കെ കൊല്ലണമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ നിമിഷപ്രിയ ഒരിക്കലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സമയത്ത് മരുന്നിന്റെ ഈ പറയുന്ന സ്ലീപ്പിംഗ് പിൽസിന്റെ ഡോസ് കൂട്ടി നൽകി അവരെ ഉറക്കി കിടത്തണമെന്ന് വിചാരിച്ചത്. അത് കൊലപാതകം ചെയ്തത് തെറ്റാണോ? കൊലപാതകം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണ്. സാഹചര്യം കൊണ്ടാണെങ്കിലും നമുക്ക് അതിനെ തെറ്റാണെന്ന് മാത്രം വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവരുടെ സാഹചര്യം കൂടെ നമ്മൾ നോക്കണ്ടേ? ഇതെല്ലാം സാഹചര്യങ്ങളാണെന്നേ. നോക്കൂ, ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു കാമുകനും കാമുകിക്ക് മറ്റൊരു ഭർത്താവുണ്ട്. കാമുകൻ്റെയും കാമുകിയുടെയും അവിഹിതം വീട്ടുകാർ കാണുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഒരു പക്ഷേ ഭർത്താവിൻ്റെയും മറ്റു വീട്ടുകാരുടെയും മുന്നിൽ നിലനിൽക്കാൻ വേണ്ടി, ഈ കള്ളം പുറത്താവാതിരിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊല്ലുകയാണ്. അവരുടെ സാഹചര്യത്തിന് അവരുടെ ഭാഗത്ത് ന്യായീകരിക്കാൻ തെളിവുകളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്. ഈ വിസ്മയ കൊലക്കേസ്, ഇവിടെ എല്ലാവരും കിരൺകുമാറിൻ്റെ ജാമ്യം കൊടുത്തപ്പോൾ കിടന്ന് അലറി വിളിക്കുന്നുണ്ടല്ലോ. അത് അയാളുടെ പഴയ ഫോൺ കോളുകളൊക്കെ എടുത്തു വെച്ച് അലക്കുന്നുണ്ടല്ലോ. കിരൺകുമാറിനെ ന്യായീകരിക്കാൻ ഭാഗങ്ങളുണ്ടെന്നേ. അതുകൊണ്ട് ഏതൊരു കേസിനും രണ്ട് വശം. അതേ ഞാനും പറഞ്ഞോളൂ, എല്ലാ കേസുകൾക്കും എന്തുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിമിഷപ്രിയയുടെ കേസിലും 2 ഭാഗങ്ങളുണ്ട്.
നിമിഷപ്രിയ രക്ഷപ്പെടണം തന്നെ ഞാനും ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇത്രത്തോളം അങ്ങ് വലിയ എന്തോ ഇന്ത്യ മുഴുവൻ അവരുടെ രക്ഷപ്പെടലിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയിട്ട് പാകിസ്ഥാൻ ഭീകരരെ പിടിച്ച് ജയിലിലിട്ടേക്കല്ല, വധശിക്ഷ വിധിച്ചേക്കൊന്നുമല്ല. ആ രാജ്യത്ത് പോയാൽ ആ രാജ്യത്തിനനുസൃതമായി എന്ത് ചെയ്യണം, ജീവിക്കണം. ഈ ഓവർഡോസ് മരുന്ന് കൊടുത്ത് മയക്കി കിടത്തി ഇത് തട്ടിയെടുക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു അവിടുത്തെ നിയമ സംവിധാനങ്ങൾ. അവിടെ ഇന്ത്യൻ എംബസി തുറന്നൊരു സംവിധാനം തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. സാഹചര്യങ്ങളായിരിക്കാം, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ കുട്ടി രക്ഷപ്പെട്ട് കേരളത്തിലേക്ക് വരട്ടെ. ഇത്ര വലിയൊരു സംഭവമാക്കുന്നതിനെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ കേരളത്തിലെ ജയിലിൽ വധശിക്ഷ വിധിച്ച് കാത്തു കിടക്കുന്നവരെ ആര് രക്ഷപ്പെടുത്തും? ഇനി എൻ്റെ യഥാർത്ഥ പോയിന്റിലേക്ക് വരട്ടെ. നിമിഷപ്രിയയെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് ബ്ലഡ് മണി കൊടുക്കണം, ശരിയല്ലേ? കോടികൾ കൊടുക്കണം. ഇത് കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, അവിടെ കിടക്കുന്നത്. ഒരാളെ കൊന്നു കളഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നല്ലേ ഇപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നിയമം എന്തുകൊണ്ട് ഇന്ത്യയിലില്ല? അയാളുടെ ബന്ധുക്കൾക്ക് ജീവിക്കാൻ ഇവിടെ പിരിച്ചു കൊടുക്കുമല്ലോ. ഇവിടെ ബോബി ചെമ്മണ്ണൂരും ബാക്കിയുള്ളവരും ഇറങ്ങി ഭയങ്കര പിരിച്ച് നിമിഷപ്രിയയെ രക്ഷിക്കാൻ പണം വെച്ചു കൊടുക്കും. അപ്പോൾ അന്യനാട്ടിൽ പോയി ഇനി ഇത് മലയാളിയുടെ ഇരട്ടത്താപ്പ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം ഷിരൂരിൽ മണ്ണിടിഞ്ഞ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലോറിയുമായി മണ്ണിനടിയിലേക്ക് പോയ ദിവസമാണ്. ആ ഷിരൂരിലെ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി ഭയങ്കരമായ തത്രപ്പാടിലായിരുന്നു. മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടും ഇയാളെന്തോ സൂപ്പർമാനാണോ, ജലത്തിൻ്റെ അടിയിൽ നിന്ന് ഉയർന്നു വരുമെന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കേരളത്തിലല്ലേ? വയനാട്ടിൽ എത്ര ശവശരീരങ്ങൾ വീണ്ടെടുക്കാനുണ്ട്? ആർക്കും വേണ്ടേ? എന്താ കേരളത്തിലായി പോയോ? കോന്നിയിലൊരു പാറമടയിൽ 2 ദിവസം ഒരു ഹിറ്റാച്ചി പാറയുടെ കിടന്നല്ലോ. ഏതെങ്കിലും മാധ്യമങ്ങൾ പോയി ലൈവ് അടിച്ചോ, വാർത്ത കൊടുത്തു? എന്താ കേരളത്തിൽ തന്നെ ആകുമ്പോഴായിരിക്കും ഇതൊരു സാധാരണ സംഭവമായും പുറത്തേക്ക് വരുമ്പോൾ അത് അസാധാരണമായി ഇത്രയും ഹൈപ്പ്. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. 35 പേര് കേരളത്തിലെ ജയിലും കിടപ്പുണ്ടെന്നേ. അവരും കൂടി രക്ഷപ്പെടുത്ത് അവരുടെ കുടുംബത്തിന് ബ്ലഡ് മണി കിട്ടിയാൽ പറ്റത്തില്ലേ? അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് മാപ്പ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വെച്ചാൽ പറ്റത്തില്ലേ? കൊടുക്കാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം. ഇപ്പം കൊല്ലപ്പെട്ട ആളുടെ കുടുംബം പറഞ്ഞിട്ടുണ്ട് വധശിക്ഷ നീട്ടിവെച്ചു എന്നല്ലാതെ ഞങ്ങൾ ഇതിനകത്ത് ക്ഷമിക്കില്ല. അവരുടെ അവർ ക്ഷമിക്കാൻ തയ്യാറാണ്. അവർക്ക് ഇത്ര ബ്ലഡ് മണി കിട്ടണം. അവരുടെ കുടുംബത്തിന് ജീവിക്കണ്ടേ? എന്താ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാത്ത? ആരുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ലേ? കേരളത്തിലൊരു കൊല നടന്നാൽ ക്രൂര. ഞാൻ സിമ്പിളായി ചിന്തിക്കുക. കേരളത്തിൽ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ ജോലി കൊടുത്ത സ്ഥാപനത്തിൻ്റെ ഉടമയെ ഓവർഡോസ് മരുന്ന് കൊടുത്ത് കൊല്ലുന്നു. കൊല്ലണമെന്ന് ഉദ്ദേശം കാണത്തില്ല. അയാളിൽ നിന്ന് എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തു. കൊലപാതകത്തിന് ശേഷം ആ ബോഡി ഇഞ്ചിഞ്ചായി വെട്ടിഞ്ഞുറുക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുന്നു. ദിവസങ്ങൾക്ക് ഇപ്പുറം ഞെട്ടിപ്പിക്കുന്ന കൊലപാതകം പുറത്തു വരുന്നു. ഹർഷയാണ് ന്യൂസ് ഡെസ്ക്. അല്ലെങ്കിൽ ഹർഷ എന്താ ടൈറ്റിൽ കൊടുക്കുക? ആ വാർത്തയ്ക്ക് ഹെഡിങ് കൊടുക്കുക, അതിക്രൂര കൊലപാതകം. കേരള മനസ്സാക്ഷി ഞെട്ടി വിറച്ചു. ഇതെന്താ അന്യ രാജ്യത്ത് പോയി ചെയ്തപ്പോൾ മനസ്സാക്ഷി ഞെട്ടി വിറച്ചില്ലേ? ഇവിടെ കൊടുക്കട എന്നവരെ എലന്തൂർ കൊലപാതക കേസിലെ പ്രതികൾ കിടപ്പുണ്ട്. നരബലി കേസിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവന്മാർ കിടപ്പുണ്ട്. വിധികാത്ത് കിടക്കുന്നവന്മാരും വിധിച്ചവന്മാരും കിടപ്പുണ്ട്. എന്തിനാ തെറ്റിപ്പറ്റുന്നത്? നിമിഷപ്രിയ തിരിച്ചു വരട്ടെ, എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചടക്കാൻ നടക്കുന്ന ജനൻ TV പോലെ ചില ചാനലുകാരുണ്ട്, ചില മാധ്യമ പ്രവർത്തകരുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇപ്പൊ ജനം TV ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനയൊക്കെ പറയുന്നത് കേന്ദ്ര സർക്കാർ ആദ്യമേ തന്നെ കൈയൊഴിഞ്ഞിരുന്ന ഒരു സംഭവമായിരുന്നു നിമിഷപ്രിയയുടെ. നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടതായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തിനധികം നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാനുള്ള ആ ഒരു അവകാശം പോലും നിഷേധിച്ചിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാർ. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പണം പിരിവും വലിയ കാര്യങ്ങളും ഒക്കെ ഒരുപാട് നടന്നിരുന്നു. മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, സംഘടനകൾ ഒക്കെ ആയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ പണത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല. അതാണ് അതിൻ്റെ വസ്തുത. ഇപ്പോൾ നിമിഷപ്രിയയുടെ വധത്തിൻ്റെ ഡേറ്റ് എത്തിയപ്പോഴാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ സ്നേഹിക്കുന്നത്. എൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ എന്തോ സംഭവിക്കട്ടെ. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ചില നന്മമരങ്ങൾ തുള്ളുന്ന കണ്ടപ്പോൾ എനിക്ക് പറയേണ്ടി വന്നു പോയതാണ്. ക്ഷമിക്കണം. നിമിഷപ്രിയ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മലയാളി എന്ന നിലയിൽ അവർ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉമ്മൻചാണ്ടി അർബുദ രോഗബാധിതനായി സംസാരിക്കാൻ പോലും ഇരിക്കാത്ത സാഹചര്യത്തിൽ ഇതിനു വേണ്ടി പലരെയും വിളിക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കണമെന്നുള്ളത്. അതിനുശേഷം വന്ന സർക്കാരുകളൊന്നും ഒരു തേങ്ങയും ചെയ്തില്ല എന്നുള്ളത് സത്യമാണ്. സർക്കാരിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ എൻ്റെ കുറ്റം പറയാനൊന്നും ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാവരെയും നന്നായി സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചു. ഉമ്മൻചാണ്ടി അത് ആഗ്രഹിച്ചു. ഇപ്പം നാളെ കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ്. അപ്പോൾ ഈ ഡേറ്റ് എടുക്കുന്നു. ഗവർണറെ കാണാൻ ചാണ്ടി ഉമ്മനും അമ്മയും കൂടി പോയിട്ട് ഈ കാര്യം ആവശ്യപ്പെടുകയാണ്.
ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിന പരിപാടിയിൽ എന്തോ ഗവർണറും പങ്കെടുക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയമല്ല അവർ നോക്കിയത്, ആർക്കാണോ ഭരണഘടനാ രീതിയിൽ ഇതിനകത്ത് ഇടപെടാൻ കഴിയുക. അതേ പാരലായി ഇതേ വിഷയം കാന്തപുരം ഉസ്താദിനെയും ചാണ്ടി ഉമ്മൻ്റെ കുടുംബത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം അതിലിടപെട്ടത്. ഇത് ഒരു വലിയൊരു ടീം വർക്കാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് ആരും അടിച്ചെടുത്തിട്ടൊന്നും കാര്യമില്ല. സ്വാഭാവികം ഗവർണർ അതിനകത്ത് ഭരണഘടനാപരമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയില്ല. അത് ഒരു ഇസ്ലാമിക രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖനായ ഒരു ഇസ്ലാമിക മത പണ്ഡിതൻ അതിലിടപെടുമ്പോൾ അതിനൊരു പ്രയോറിറ്റി അവിടെ കിട്ടും, ഉറപ്പായും കിട്ടും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗോത്രവർഗ തലവന്മാരുമായിട്ടൊക്കെ അവർക്ക് സംസാരിക്കാൻ പറ്റും. ഒരുപക്ഷെ സർക്കാർ തലത്തിൽ നിന്ന് ഇടപെടുന്നതിനേക്കാൾ അവർ കൊടുക്കുന്ന പ്രയോറിറ്റി അവരുടെ മതപരമായ ഇടപെടലിലാണ്. കാന്തപുരം ഉസ്താദിന് അതിനകത്ത് ഇടപെടാതിരുന്നെങ്കിൽ പുള്ളിക്ക് ആവശ്യമില്ലാത്ത ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളും അനുകൂലിച്ചു കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹി അതിലിടപെട്ടു. കുറേ മനുഷ്യസ്നേഹികളുടെ ഒരു ടീം വർക്കായിട്ട് അത് നടന്നു വരുന്നു. എത്രയും പെട്ടെന്ന് ആ കുട്ടി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അങ്ങ് നന്മപരമാക്കി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അതേ എനിക്ക് പറയാനുള്ളൂ.